നമ്മൾ സനക്ക് ബാമ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് നമ്മളെ നെയ്ബർ കുട്ടിയുടെ ഒപ്പം ജസ്റ്റ് പുറത്തൊക്കെ പോകാണ്ടായിരുന്നു. അവൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ വിളിച്ചപ്പോ നമ്മള് കൂടെ പോയി. അപ്പൊ വൈമാളിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മളിവിടെ ഫാത്തിമ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫാത്തിമ അങ്ങനെ കുഞ്ഞുമ്മ ഇല്ലാണ്ട് വരലില്ല, പക്ഷെ ഇന്ന് അവൾക്ക് എന്തോ ആഗ്രഹിച്ച് ഞങ്ങളൊപ്പം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അപ്പോഴത്തെ പരിപാടി മിററൊക്കെ കാണുമ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. പിന്നെ നേരെ സ്റ്റുഡിയോക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാ ഈ ചെരുപ്പൊക്കെ കണ്ടിട്ട് രണ്ടുപേർക്കും ഇഷ്ടമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നോക്കണൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ കാലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കണേന്ന്. പക്ഷെ ആ ചെരുപ്പൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വേറെ കാര്യം. അത് അങ്ങനെയാണല്ലോ, എല്ലായിടത്തും പോയി ഇങ്ങനെ വരികയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. പിന്നെ ആ കുട്ടിക്ക് ഫേസ് വാഷ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മള് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാണ്ട് എന്തൊക്കെ വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ ബില്ല് ചെയ്യാൻ പോവാണ്. അങ്ങനെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് പ്രിയദർശിനി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ സാധനം ഒരു അച്ചാച്ചന്റെ ഒക്കെ കൂടി ഇരിക്കണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാരും ഒരുമിച്ചായിട്ട് ഇരിക്കണ്ടായിരുന്നത്. ദിസ് ഈസ് പൂജ. പൂജയുടെ കൂടെ ഞങ്ങള് ഷോപ്പിങ്ങിന് പോയതാണ്. അതെ, ഞങ്ങൾക്ക് പൂജ വലിയ പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു. ഫാത്തിമാനെ കൂടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഫാത്തിമ ഉമ്മാനെ വിട്ടിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. വീട്ടിലെത്തിയത് നല്ല വിശപ്പ്. അപ്പൊ ഉമ്മാല ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു. അപ്പൊ അത് കൂട്ടിട്ട് നല്ലൊരു ഫുഡ് അങ്ങോട്ട് കഴിച്ചു. ബൈ ഗായ്സ്.